സ്വദേശ് മെഗാ ക്യൂസ് LP തലചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാന്ധിജിയെ കണ്ടുമുട്ടിയതാണ് തൻ്റെ ജീവിതത്തിലെ നിർണായക സംഭവമെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടുന്നത്? 1916 ലക്നൗ സമ്മേളനം. കേരളത്തിലേക്കുള്ള രണ്ടാം സന്ദർശന വേളയിൽ ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവുമായി സംവദിച്ചു. ഈ അവസരത്തിൽ ഗാന്ധിജിയോടൊപ്പം പ്രമുഖരായ രണ്ട് ദേശീയ നേതാക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് C. രാജഗോപാലാചാരി, മറ്റേത് ആര്? മഹാദേവ് ദേശായി. സ്വാതന്ത്ര്യസമര പ്രക്ഷോഭ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു കൂടുതൽ തവണ തടവിലാക്കപ്പെട്ട ഈ തടവറയുടെ പേരെന്ത്? അഹമ്മദ് നഗർ കോട്ട. ഉത്തർപ്രദേശിലെ പ്രധാന നഗരമായ അലഹബാദിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? പ്രയാഗ്രാജ്. ഇന്ത്യക്കാരൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തിയാര്? സ്വാമി ദയാനന്ദ സരസ്വതി. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആര്? ലാലാ ലജ്പത് റായ്. ഏത് വർഷം മുതലാണ് നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1964. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാളിൽ ഗാന്ധിജി സ്ഥാപിച്ച ഈ ആശ്രമത്തിന്റെ പേരെന്ത്? ടോൾസ്റ്റോയ് ഫാം. 1955 ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിലൊന്നായ ഭാരതരത്ന ലഭിച്ച വ്യക്തിത്വം ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആര്? മദർ തെരേസ. ഒന്നും ഒന്നും കൂടിയാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തിന്റെ പേരെന്ത്? മജീദ്, ബാല്യകാല സഖി. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ പ്രസിദ്ധമായ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഈ കവിതയിൽ ജ്വലിച്ചു നിൽക്കുന്ന മഹത് വ്യക്തിത്വം ആര്? മഹാത്മാഗാന്ധി. പ്രഥമ സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ പേര് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എന്ത്? ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട് 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി ജയിൽവാസം അനുഷ്ഠിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിന്റെ സംഭാവനയായ വനിത? AV കുട്ടിമാളു അമ്മ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ